ന്റെ രണ്ടാമത്തെ ഓൺലൈൻ പ്രോഗ്രാമാണ്. നമ്മൾ ഈ പ്രോഗ്രാം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കേരളത്തിൽ മാത്രം ഏഹ് പഠിച്ച് പുറത്ത് പുറ പുറ പുറത്തു പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായാലും അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ പ്രോഗ്രാമായിരുന്നു ഇന്ന്. സോ ഇന്നിവിടെ എല്ലാരും എത്തിച്ചേർന്ന എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീയേട്ടൻ, പിന്നെ നമ്മളെ ചീഫ് ഗസ്റ്റ് ശ്യാമേട്ടൻ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ PhD ചെയ്യാണ്. പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു റീഡർ റൈറ്റർ ഒക്കെയാണ്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്യാമേട്ടനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു ശ്യാമേട്ടാ. താങ്ക് യു. നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരുണ്ട്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എന്റെ സ്ക്രീൻ ആണോ? വിസിബിൾ ആണ്. ഓക്കെ. അതിനപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് സ്റ്റേറ്റ് മുൻപ് ബീഹാറിന്റെ ഭാഗമായിരുന്ന സ്ഥലമായിരുന്നു. പിന്നീട് 2000-ല് ഉത്തരാഖണ്ഡും ഛത്തീസ്ഗഡ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് 2000-ല് നവംബർ 15 കൂടിയിട്ടാണ് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ബീഹാറിൽ നിന്ന് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പിന്നീട് 2009-ല് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് പുതിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഫോം ചെയ്തു. ഇപ്പോൾ കേരളത്തിലുള്ള കാസർഗോഡിലുള്ള കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഫോം ചെയ്തതിന്റെ കൂടെയാണ് 2009-ല് ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പിന്നെ ഫോം ചെയ്യുന്നത്. അത് ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള റാഞ്ചിയിലാണ്. എനിക്ക് തോന്നുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളില് ഒരു സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എനിക്ക് തോന്നുന്നു മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ ക്യാപിറ്റൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല തണുപ്പും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 15 വർഷമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3000-നടുത്ത് സ്റ്റുഡൻസ് പഠിക്കുന്ന 9 സ്കൂളുകളായിട്ട് 25 ഡിപ്പാർട്ട്മെന്റുകളും 150-ന്റെ അടുത്ത് ഫാക്കൽറ്റീസും അതിലേറെ പബ്ലിക്കേഷൻസും ഒക്കെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും അവകാശപ്പെടാവുന്നത് പോലെ തന്നെ ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മെറിറ്റ്സ് അവകാശപ്പെടാനുണ്ട്. ഈ പറഞ്ഞ പോലെ മെറിറ്റുകളും ഡിമെറിറ്റുകളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ വഴിയെ പറയാം. ഒട്ടും ഫോർമൽ അല്ലാത്ത വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്ക് എന്നുള്ള രീതിക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. യൂണിവേഴ്സിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ 2009-ലാണ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതില് റാഞ്ചിയിൽ, ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള റാഞ്ചിയിലെ ബ്രാംബെ എന്ന് പറയുന്ന വില്ലേജിലാണ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ലീസിനെടുത്ത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥലമായിരുന്ന ഒരു ക്യാമ്പസ് ഏരിയ ലീസിനെടുത്തിട്ട് അവിടെയാണ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഒരു ഓൺ ബിൽഡിങ്ങിലായിരുന്നില്ല. പിന്നീട് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് പുതിയൊരു ലൊക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ചേരി മണാത്തു എന്ന് പറയുന്ന ഒരു വില്ലേജിനകത്ത് പുതിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഷിഫ്റ്റിംഗ് പ്രോസസ്സിലാണ്. ഇപ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ഒരു ഫുൾ ഫ്ലഡ്ജ് എല്ലാ ബിൽഡിങ്ങുകളും കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ല. അറ്റ് ദ സെയിം ടൈം സ്റ്റുഡൻസിന് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ കൺസ്ട്രക്ഷൻസ് ഒരു സൈഡ് കൂടെ നടക്കുന്നുമുണ്ട്. 15 വർഷമായിട്ടുണ്ട്. അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡ് ഒരു ട്രൈബൽ സ്റ്റേറ്റ് ആണ്. ട്രൈബൽ പോപ്പുലേഷൻ ഒരുപാടുള്ള, ഏകദേശം 20-നടുത്ത് ട്രൈബൽ കമ്മ്യൂണിറ്റികൾ, വെറൈറ്റീസ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റികളുള്ള, അത്ര തന്നെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. ജാർഖണ്ഡ് ഓൾമോസ്റ്റ് ജാർഖണ്ഡിന്റെ എൻറ്റയർ ജാർഖണ്ഡ് എടുത്തു കഴിഞ്ഞ ശേഷം 3.5 കോടി ജനങ്ങൾ വസിക്കുന്ന ജാർഖണ്ഡിന്റെ ഒരു 30% ഫോറസ്റ്റ് ആണ്. ജാർഖണ്ഡ് വളരെ കുപ്രസിദ്ധമായിട്ടാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ജാർഖണ്ഡിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കര കുപ്രസിദ്ധിയായിരുന്നു ജാർഖണ്ഡ്. അതായത് നക്സൽ മുന്നേറ്റങ്ങളും
ഈ രീതിക്കായിരുന്നു ജാർഖണ്ഡ് ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാങ്സ് ഓഫ് വാസിപ്പർ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ജാർഖണ്ഡിന്റെ ഒരു ഭാഗമായിരുന്ന ധൻബാദ് പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. പിന്നെ ആ രീതിക്കായിരുന്നു ജാർഖണ്ഡ്. പിന്നീട് ജാർഖണ്ഡ് സെപ്പറേറ്റ്ലി ഫോം ചെയ്യുകയും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റാഞ്ചി ശരിക്കും ജാർഖണ്ഡിൽ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, മറ്റ് ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ആയിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റാഞ്ചിയിൽ ഫോം ആവുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് വരുന്നു. അതോട് ഇവിടെ സയൻസ്, ആർട്സ്, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ ഇന്ത്യയിൽ തന്നെ NEP വന്ന സമയത്ത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്ന സമയത്ത് അത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, മീൻസ് ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഒന്നുകൂടെയാണ് ജാർഖണ്ഡ്. ഇതാണ് പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ആണ്. യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആന്ത്രപ്പോളജി ആൻഡ് ട്രൈബൽ സ്റ്റഡീസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈബൽ വെറൈറ്റീസ് ഒരുപാട് കമ്മ്യൂണിറ്റികൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ജാർഖണ്ഡ്. ഇപ്പൊ റാഞ്ചിയിൽ മാത്രം അത്രത്തോളം ട്രൈബൽ കമ്മ്യൂണിറ്റികൾ ഉണ്ട്. മുണ്ടാരി എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റികൾ, അവരുടെ കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിന്റെ ഒരു ഫേസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് BA MA മാത്രമായിരുന്നു. ഇപ്പൊ NEP ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അത് ഇന്റഗ്രേറ്റഡ് BA MA ഇൻ ആന്ത്രപ്പോളജി എന്നുള്ളതാണ് കോഴ്സ്. അതായത് ട്രൈബൽ സ്റ്റഡീസും ആന്ത്രപ്പോളജിയും കൂടെ മെർജ് ചെയ്തിട്ട് BA ആൻഡ് MA ഇൻ ആന്ത്രപ്പോളജി. അതിൽ BA അഡ്മിഷൻ നടക്കും. അറ്റ് ദ സെയിം ടൈം വേക്കൻസി സീറ്റുകളിലേക്ക് MA അഡ്മിഷനും നടക്കും. പിന്നെ ഓഫ് കോഴ്സ് PhD അഡ്മിഷൻസ് വേക്കൻസിക്ക് അനുസരിച്ച് നടക്കും. പിന്നെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. MBA PhD വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ആൻഡ് MTech ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയറിംഗ്, സ്പെഷ്യലൈസേഷൻ ഇൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും ആണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കോഴ്സുകൾ. അതിന്റെ കൂടെ തന്നെ 2 ഇയർ ആയിട്ടുള്ള MTechഉം 5 ഇയർ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, അവിടെയും ഈ പറഞ്ഞതുപോലെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് BTechഉം അതുപോലെ 2 ഇയർ MTechഉം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊമേഴ്സ്, മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, പിന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 5 ഇയർ BSc ആൻഡ് MSc കെമിസ്ട്രി വരുന്നുണ്ട്. EVS ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് BSc. പിന്നെ NEP 2020 പ്രകാരം BSc MSc 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി എഞ്ചിനീയറിംഗ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ B.Ed, BA B.Ed, BSc B.Ed. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, അവിടെയും UGയും PGയും ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു ഫേസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഫേസ് എന്ന് പറയുന്നത് ഫാർ ഈസ്റ്റ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ചൈനീസ്, കൊറിയൻ, ടിബറ്റൻ ഈ 3 ഭാഷകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർ ഈസ്റ്റ് ലാംഗ്വേജ്, സ്കൂൾ ഓഫ് ലാംഗ്വേജിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർ ഈസ്റ്റ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോ ഇൻഫർമാറ്റിക്സ് ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള കോഴ്സാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാത്ത കോഴ്സാണ് ജിയോ ഇൻഫർമാറ്റിക്സിന്റെ കോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. 2 ഇയർ MSc, അറ്റ് ദ സെയിം ടൈം ഇന്റഗ്രേറ്റഡ് MTech, ഇന്റഗ്രേറ്റഡ് MSc, ഇങ്ങനെ ജിയോ ഇൻഫർമാറ്റിക്സിന്റെ എല്ലാ ബ്രാഞ്ചസും ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ജിയോഗ്രഫി വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി ഉണ്ട്. ഇതൊക്കെ ജിയോളജിയൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാത്ത വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിലുള്ള കോഴ്സുകളിൽ ഒന്നാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നല്ല രീതിക്ക് ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഓഡിയോ ആൻഡ് വിഷ്വൽ സ്റ്റുഡിയോ ഉള്ള, നമ്മുടെ ന്യൂസ് റീഡിംഗ് ഒക്കെ നടക്കുന്നത് പോലെയുള്ള അത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്. പിന്നെ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, അതും വൺ ഓഫ് ദ റയറസ്റ്റ് കോഴ്സുകളിൽ ഒന്നാണ്. പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്. പിന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെർഫോമിംഗ് ആർട്സ്, അവിടെ MA ഇൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്, പിന്നെ MA ഇൻ തിയേറ്ററും ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്,
ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ക്യാമ്പസിന്റെ ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി. അത് എല്ലാ ബ്ലോക്കുകളിലും ക്ലാസ്സുകൾ ഇപ്പൊ കഴിഞ്ഞ നാക് വിസിറ്റ് ഇപ്പൊ ഒരു 1 വീക്ക് മുമ്പായിരുന്നു യൂണിവേഴ്സിറ്റി നാക് വിസിറ്റ്. അപ്പൊ ആ സമയം ആകുമ്പോഴേക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് ബ്രാംബെ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ക്യാമ്പസ്, അത് ഓൾഡ് ക്യാമ്പസ്. അവിടെ ആയിരുന്നു 1-2 ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ പൂർണ്ണമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ ഒരു ചുരുക്കം കുറച്ച് ഹോസ്റ്റൽസ് മാത്രമാണ് ബ്രാംബെ ക്യാമ്പസിലുള്ളത്. ബാക്കി പുതിയ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പുതിയ ക്യാമ്പസ് ആയിട്ടുള്ള ചേരി മണാത്തു പെർമനന്റ് ക്യാമ്പസിലേക്ക് ഷിഫ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിലുള്ള ഇപ്പൊ ഞാനൊക്കെ ഇവിടെ 5 ഇയർ ആയി. അപ്പൊ ആദ്യം വന്ന സമയത്തുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിലുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബസ് സർവീസ് രാവിലെ 8:30, 9 മണി, 9:30 എന്നിങ്ങനെ ബസ് സർവീസുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC നോൺ AC ബസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം എക്യുപ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസും ലൈബ്രറീസും ലബോറട്ടറീസും ആണ്. സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ്. ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് മെസ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. അത് ഹോസ്റ്റല് ഈ പറയുന്നത് പോലെ എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റലിൽ കിട്ടില്ല. അത് ഞാൻ പറയുന്ന സമയത്ത് മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞു തന്നെ പോണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കിട്ടില്ല. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ഇവര് കൃത്യമായിട്ട് അരിച്ചെടുത്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. അതില് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ CUETന്റെ എൻട്രൻസിന്റെ മാർക്ക്, കമ്മ്യൂണിറ്റി മീൻസ് നിങ്ങളുടെ കാസ്റ്റ് ഉൾപ്പെടെയുള്ള റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻകം, ഡിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഫാക്ടേഴ്സും പരിഗണിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് ഹോസ്റ്റൽ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗെയിംസും കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ഗെയിംസും കാര്യങ്ങളും സ്പോർട്സും ഇവന്റുകളും നടത്തും. അത് പറഞ്ഞ പോലെ ഇന്റർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് കോമ്പറ്റീഷനിലേക്കും ഗെയിംസിലേക്കും ഒക്കെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫുട്ബോളിലും ക്രിക്കറ്റിനും ഇൻഡോർ ഗെയിംസ്, ടേബിൾ ടെന്നീസ് ഉൾപ്പെടെയുള്ള ഇൻഡോർ ഗെയിംസ്, ബാസ്കറ്റ്ബോൾ ഉൾപ്പെടെയുള്ള ഗെയിംസ്, ബാഡ്മിന്റൺ എല്ലാം ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള സ്പേസുകൾ, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ ക്യാമ്പസിൽ നടക്കും. പിന്നെ ഈ പറഞ്ഞ ICSSR ഉൾപ്പെടെയുള്ള ഫണ്ടിങ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പോൺസേർഡ് ആയിട്ടുള്ള സെമിനാറുകൾ, കോൺഫറൻസുകൾ, ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി റെഗുലർ ആയിട്ട് നടത്തി വരാറുണ്ട്. പിന്നെ ജാർഖണ്ഡിന്റെ ക്ലൈമറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് ജാർഖണ്ഡിന്റെ ഒരു വിന്റർ സമയത്തൊരു മോർണിംഗ് ഒരു കാഴ്ചയാണ്. സോ ഇറ്റ്സ് ഭയങ്കര ഫോഗി ആയിട്ടുള്ള ഒരു ടൈമാണ് ജാർഖണ്ഡിലെ വിന്റർ എന്ന് പറയുന്നത്. വിന്റർ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെ ഇവിടെ വിന്റർ ആണ്. ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 5 ഡിഗ്രി മുതൽ ഒരു 15 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ വരുന്ന 15-20 എക്സ്ട്രീം. 20 മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് 20 ഡിഗ്രി ഒക്കെ മുട്ടുള്ളൂ. നല്ല തണുപ്പുള്ള സമയമാണ്. സോ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഇവിടെ തണുപ്പ് കുറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഫെബ്രുവരി കഴിയണം തണുപ്പ് പൂർണ്ണമായിട്ട് മാറി ചൂട് തുടങ്ങണമെങ്കിൽ. ഇപ്പൊ രാത്രി തണുപ്പാണ്, പകല് ചൂടാണ്. ചിലപ്പോൾ 5-ന് താഴേക്ക് പോവാറുണ്ട്. ഞാൻ വന്ന വർഷം 2020-21 സമയത്തൊക്കെ 0, 1, 2 ഒക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ മഞ്ഞ് വീഴ്ചയോ സ്നോഫോളോ അങ്ങനെയില്ല. ഇവിടെ കുറച്ചുകൂടെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ഫോഗി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പെട്ടെന്ന് ഈ വിന്റർ സമയത്ത് പെട്ടെന്ന് രാത്രി ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഇരുട്ടാവും, നല്ല ഇരുട്ടാവും. അപ്പൊ നാട്ടിലേക്കൊക്കെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ചോദിക്കുന്നത് എന്താ ഇത്ര പെട്ടെന്ന് അവിടെ ഇരുട്ടായോ എന്ന് ചോദിക്കും. കാരണം നാട്ടിൽ നല്ല വെളിച്ചായിരിക്കും, ഇവിടെ നല്ല ഇരുട്ടായിരിക്കും. സമ്മർ മാർച്ച് മുതൽ ജൂൺ വരെ സമ്മറാണ്, അതും എക്സ്ട്രീം ആണ്. വിന്റർ എക്സ്ട്രീം ആണെന്ന് പറഞ്ഞ പോലെ സമ്മറും എക്സ്ട്രീം ആണ്. നമ്മൾ കേരളത്തിൽ പറയില്ലേ പാലക്കാട് ഭയങ്കര ചൂടാണെന്ന്, അതേ അവസ്ഥയാണ് ഇവിടെ. ഒരു 25 to 45, 25 ഒക്കെ രാത്രിയാണ്, 45 ഒക്കെ പകല് ചൂട് പോകും. ഭയങ്കര ഡ്രൈ ആണ് സമ്മർ, ഭയങ്കര ഡ്രൈ ആണ് ഇവിടെ. മീൻസ് വെള്ളത്തിന് കുറവുണ്ട് അങ്ങനെയല്ല, ഡ്രൈനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവായിട്ടുള്ള ഒരു സമയമാണ്. ക്ലൈമറ്റിൽ ഭയങ്കര ഡ്രൈ ആണ്. പിന്നെ മൺസൂൺ ഹെവി റെയിൻഫോൾ ആണ്, മോഡറേറ്റ് ടു ഹെവി റെയിൻഫോൾ ആണ്. ചെറിയ മഴ എന്ന് ഇവിടെ ഒന്നും ചെറിയത് എന്ന് പറഞ്ഞ പരിപാടിയില്ല, എല്ലാം ഹെവിയാണ്. വിന്ററും ഹെവിയാണ്, സമ്മറും ഹെവിയാണ്, മൺസൂണും ഹെവിയാണ്. പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോണ സമയത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകള് അതായത് ഇനി നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു +2 വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അല്ല നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇനി ഒരു ടീച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, അത് യു ജിയിലായാലും പി ജിയിലായാലും നിങ്ങൾ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത് പക്കാ സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മെത്തേഡുകളാണ്. ഇവിടെ ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ഇനി സ്വാഭാവികമായിട്ടും ഇനി മാറും. നമ്മൾ +2 വരെയൊക്കെ പഠിച്ചത് ഒരു ടീച്ചർ സെൻട്രഡ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ യു ജി ആണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ പല യു ജി കോളേജുകളും എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഭയങ്കര സ്റ്റുഡൻസ് ടീച്ചർ സെൻട്രിക് എഡ്യൂക്കേഷൻ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഭയങ്കര സ്പൂൺ ഫീഡിംഗ് ഒക്കെ തന്നെയാണ്, സിലബസ് കവർ ചെയ്യുക. അതല്ല, ഇനി നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടെ സ്റ്റുഡന്റ് സെൻട്രിക് എഡ്യൂക്കേഷനും കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് മാറും. ലൈബ്രറീസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും നിങ്ങൾ എടുക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിപ്പിക്കാനും, ടീച്ചർ പറഞ്ഞു തന്നില്ലെങ്കിൽ, മീൻസ് നിങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു തന്നില്ലെങ്കിലും ആ വിഷയത്തെ പറ്റി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും, പഠിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറേണ്ട ഒരു സമയമാണ് ഇനി പി ജി യു ജി എന്നൊക്കെ പറയുന്നത്. യു ജി ആയാലും പി ജി ആയാലും ആ ഒരു രീതിക്ക് തന്നെയാണ്. അതിന് ഇവിടെ നിന്നല്ല, ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ആണ് ഇനി ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്നത്. സോ ഇതാണ് നിങ്ങളൊരു സ്റ്റഡി വരുന്നത്. പിന്നെ റാഞ്ചി, ഈ ജാർഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 30% ഫോറസ്റ്റ് ആണ്. പിന്നെ വർഷത്തിൽ 365 ദിവസവും കൃഷി നടക്കുന്ന ഇന്ത്യയിലെ റയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒന്നാണ് ജാർഖണ്ഡ്, എക്സ്പെഷ്യലി റാഞ്ചി. 365 ദിവസവും ഇവിടെ കൃഷിയുണ്ട്. ഇവിടുത്തെ ഒരു പാടങ്ങളും ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ ഇത്രയും വർഷമായിട്ട് കണ്ടിട്ടില്ല. കണ്ടിന്യൂസ്ലി അതായത് നെല്ല് വരുന്നു, നെല്ല് വിളവെടുക്കുന്നു, ചോളം വരുന്നു, ചോളം വിളവെടുക്കുന്നു, അടുത്ത കരിമ്പ് വരുന്നു, അത് മാറി ഗോതമ്പ് വരുന്നു, കടുക് വരുന്നു, പിന്നെ പച്ചക്കറികൾ വരുന്നു, പൊട്ടറ്റോ, ടൊമാറ്റോ, സവാള, ഇങ്ങനെ ഓയിൽ സീഡ്സ് ആയാലും ഡിഫറെന്റ് ആയിട്ടുള്ള പൾസസ് ആയാലും മെയ്സ് ആയാലും, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കൃഷി ഇങ്ങനെ നിരന്തരം. ഇവിടുത്തെ ആളുകളുടെ മെയിൻ ഉപജീവന മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് കൃഷി, ഫാമിംഗ് എന്ന് പറയുന്നത്. ആട് വളർത്തലും പശുവും പോത്തും എരുമയൊക്കെ ആയിട്ട്, ഇതൊക്കെ ഇവരുടെ ഉപജീവനത്തിന്റെ, ഇവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. ഇവിടെ കൂടുതലും വില്ലേജുകളിലാണ്, കുഞ്ഞു കുഞ്ഞു വില്ലേജുകളും ഒരു വില്ലേജിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും കൃഷിയിടങ്ങളും അതിലെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ റാഞ്ചിയിൽ, ജാർഖണ്ഡിൽ ഏറ്റവും കൂടുതലുള്ള സാധനം എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾസ് ആണ്. വെള്ളത്തിന് ഒരു ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃഷി ഇത്രയും അടിപൊളിയായിട്ട് കൃഷി നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. പിന്നെ അല്ലാതെയുള്ള ഒരുപാട് കുറെ ഡാമുകളും, ഇപ്പൊ റോക്ക് ഗാർഡൻ, റാഞ്ചിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് റോക്ക് ഗാർഡൻ. പിന്നെ ടാഗോർ ഹില്ല് ആക്ച്വലി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏട്ടൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ടാഗോറിന്റെ ഏട്ടന്റെ വൈഫും രവീന്ദ്രനാഥ ടാഗോർ ഏകദേശം ഒരു ഏജ് ആയിരുന്നു. അങ്ങനെ ഇവരൊക്കെ വന്ന് താമസിച്ച ഒരു സ്ഥലമാണ് ടാഗോർ ഹിൽ എന്ന് പറയുന്നത്. അത് പിന്നീട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറി. കുറെ മല കയറി, സ്റ്റെപ്പുകൾ കയറി എത്തുന്ന ഒരു രസകരമായിട്ടുള്ള, ഈ ഫോട്ടോയിൽ രണ്ടാമത് കാണുന്നതാണ് ടാഗോർ ഹില്ല്, ഫസ്റ്റ് എത്തത് റോക്ക് ഗാർഡൻ. പിന്നെ റാഞ്ചി ലേക്ക്, അതുപോലെ പത്രാത്തു വാലി, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ റാഞ്ചിയിൽ മാത്രമുണ്ട്. ഒരുപാട് വാട്ടർഫോൾസുകൾ ഉണ്ട്. പിന്നെ ജാർഖണ്ഡിലേക്ക് മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നാഷണൽ പാർക്ക്, നേത്രാഹട്ട് പോലെയുള്ള ഹിൽ സ്റ്റേഷൻസ്, ഹുഡ്രു ഫോൾസ്, ദസം ഫോൾസ് പോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ജാർഖണ്ഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈബൽ കൾച്ചറും നാച്ചുറൽ ബ്യൂട്ടിയും കൊണ്ട് റിച്ച് ആണ് ജാർഖണ്ഡ്. ഇവിടുത്തെ ആകാശത്തിന് പോലും ഭയങ്കര ഭംഗിയാണ്. പൊല്യൂഷൻ ഭയങ്കര കുറവാണ്. ഇവിടെ വില്ലേജുകളാണ്, ഒരുപാട് വണ്ടികളോ കാര്യങ്ങളോ ഒന്നുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ ആളുകളുടെ ട്രാവൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഷെയർ ഓട്ടോസ് ആണ്. നമ്മളെ പോലെ കണ്ടിന്യൂസ്ലി 10 മിനിറ്റ് 15 മിനിറ്റ് വിടും ബസ്സൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഷെയർ ഓട്ടോസും ടുക്ക് പോലെയുള്ള ഇലക്ട്രിക് ഓട്ടോസും അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷാസും, പിന്നെ ആളുകൾ തന്നെ പുള്ള് ചെയ്ത് കൊണ്ടുപോകുന്ന പിന്നെ വണ്ടി, ഇങ്ങനെ കാർട്ട് പോലത്തെ സാധനങ്ങളും, ഇങ്ങനത്തെയൊക്കെയാണ് ഇവരുടെ ട്രാവൽ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാവലിന് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ട്രാവലിന്. നമുക്ക് എപ്പോൾ എവിടെ പോകാനാണെങ്കിലും ആ സമയത്ത് ഒരു ഓട്ടോ കിട്ടും. ആ ഓട്ടോയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഒരു ഓട്ടോയിൽ 3 പേരാ കയറുന്നെങ്കിൽ ഇവിടെ ഒരു ഓട്ടോയിൽ 12, 13, 14 ആൾക്കാർ കയറും. അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഇപ്പോൾ ബസ്സുകളെക്കാൾ കൂടുതൽ ഓട്ടോകളുള്ള, അല്ലെങ്കിൽ ഓട്ടോകളെ ആശ്രയിക്കുന്ന, ചെറിയ ചെറിയ ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിക്കുന്ന സ്ഥലമാണ്. പിന്നെ നിയർ ബൈ സ്റ്റേറ്റ്സ്,
ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ കുട്ടികൾ വരുന്നതിൽ 2 ഉദ്ദേശമാണ്. ഒന്ന്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. 2, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതിവിടെ എന്നല്ല, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ 2 പ്ലാൻ ഉണ്ടാവും. ആ 2 പ്ലാൻ ഈ 2 പ്ലാൻ ആയിരിക്കും. അത് അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ഇപ്പൊ ഞാൻ PG ചെയ്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് പോണ സമയത്ത് എന്റെ മനസ്സിൽ ഇതാണ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുക, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. സെയിം ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ റാഞ്ചി ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ, റാഞ്ചി ഒരു മെയിൻ സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും ഈസി ട്രാൻസ്പോർട്ടേഷനാണ്. ഞാൻ ഓഡിബിൾ അല്ലേ പാർവതി? ഓഡിബിൾ ആണ്. ഓക്കെ. എല്ലായിടത്തേക്കും ഈസി ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്, ഇപ്പൊ ജാർഖണ്ഡിലെ മാപ്പ് കണ്ടില്ലേ, ഇവിടെ മുകളിൽ ഉത്തർപ്രദേശ് വരും, ഇവിടെ ബീഹാർ വരും, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഇത്രയും സംസ്ഥാനങ്ങളുടെ സെന്ററിൽ വരുന്ന ഒരു സ്ഥലമാണ് ജാർഖണ്ഡ്. അതിന്റെ സെന്ററിൽ വരുന്ന സ്ഥലമാണ് റാഞ്ചി. അപ്പൊ ഈ റാഞ്ചിന്ന് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പോ വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്തയൊക്കെ പലരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഭയങ്കര ഡ്രീം ആയിട്ടുള്ള സ്ഥലമായിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പോയ സ്ഥലങ്ങളൊന്ന് കൊൽക്കത്തയാണ്. ഒന്ന് യാത്ര ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഇവിടുന്ന് രാത്രി ഒരു ട്രെയിൻ ഉണ്ട്, 10 മണിക്കത്തെ ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാവിലെ 5 മണിയാകുമ്പോൾ കൊൽക്കത്ത എത്തും. ട്രെയിനിൽ കയറുക, കിടന്നുറങ്ങുക, രാവിലെ എണീക്കുമ്പോൾ കൊൽക്കത്ത, വാരണാസി, ഭുവനേശ്വർ, ഇങ്ങനെയുള്ള നമ്മൾ ഈ ഡ്രീം ലിസ്റ്റിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് റാഞ്ചി എന്ന് പറയുന്നത്. നമുക്ക് പുതിയ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഞാൻ യാത്രകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്റെ യാത്രകൾ വീണ്ടും കൂടി. ഈ പറഞ്ഞ പോലെ ഡാർജിലിംഗ്, കൊൽക്കത്ത, വാരണാസി, പിന്നെന്താ കൊണാർക്ക്, പൂരി, മറ്റേ പൂരി ബീച്ചൊക്കെ, മറ്റേ എന്താ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയെ കണ്ടിട്ട് പൂരി ബീച്ചൊക്കെ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസിയാണ്. ഇവിടെയൊക്കെ പോയി അടിപൊളിയായിട്ട് ട്രിപ്പൊക്കെ അടിച്ചിട്ട് വരാം. പഠിക്കുകയും വേണം, അതിന്റെ കൂടെയുള്ള കാര്യമാണ് പറഞ്ഞത്, ലീവ് കിട്ടുന്ന സമയങ്ങളിൽ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം എത്തണ ഒരു സമയം, അത്ര പോരെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നേപ്പാളിൽ എത്താൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് കുട്ടികൾ നേപ്പാളിലൊക്കെ പോകും. അങ്ങനെ ഇവര് മാക്സിമം ഇവിടെ വരുന്ന കുട്ടികൾ, എക്സ്പെഷ്യലി മലയാള കുട്ടികൾ പ്രത്യേകിച്ച് ഞാൻ പറയാം, നല്ല രീതിക്ക് എൻജോയ് ചെയ്യാറുണ്ട്. യൂണിവേഴ്സിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്നു, കൃത്യമായി പഠിക്കുന്നു, ഫ്രീ കിട്ടുന്ന ഇപ്പൊ പൂജ ഹോളിഡേ, മറ്റേ എന്താ പറയാ ഈ പൂജ ഹോളിഡേ വരും. അങ്ങനെയുള്ള ഒരുപാട് റിച്വൽ ഭാഗമായിട്ട് വരുന്ന, പൂജകളുടെയൊക്കെ ഭാഗമായിട്ട് വരുന്ന, നമുക്ക് ഓണം, ഇതിനൊക്കെ വിഷുവിനൊക്കെ ലീവ് കിട്ടുന്ന പോലെ ഇവിടെ കിട്ടുന്ന കുറെ ലീവുകളുണ്ട്. അപ്പൊ ഈ ലീവുകളിൽ കുട്ടികൾ കൂടുതൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് റോഡ്, റെയിൽ, പിന്നെ ഫ്ലൈറ്റ്, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജാർഖണ്ഡ് എത്താം. റോഡൊന്നും ആരും വരില്ല, കാരണം റോഡ് വഴിയൊന്നും ഡയറക്റ്റ് വണ്ടിയൊന്നും ഇല്ല. ട്രാവൽ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ ബൈ എയർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റാഞ്ചി ബിർസ മുണ്ട എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുനിന്നോ കോഴിക്കോടുന്നോ കൊച്ചിന്നോ നിങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടും. ഇറ്റ്സ് എക്സ്പെൻസീവ് ആണ്, ഫ്ലൈറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ വളരെ നേരത്തെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 6,000 7,000 ഉള്ളിൽ. പക്ഷെ നിങ്ങൾ ഒരു തലേദിവസമൊക്കെ ഫ്ലൈറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഗോയിങ് ലൈക്ക് 8,000 to 10,000 റേഞ്ചിലേക്കൊക്കെ വരും. അത് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ വഴി കണക്റ്റഡോ, കൊൽക്കത്ത വഴി കണക്റ്റഡോ, ഡൽഹി വഴി കണക്റ്റഡോ ഒക്കെ ആയിട്ട് വരും. ട്രെയിനാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ കുട്ടികളും ആശ്രയിക്കുന്ന ട്രെയിനാണ്. കേരളത്തിൽ നിന്ന് 2 ട്രെയിനുകളാണ് ഡയറക്റ്റ് വരുന്നത്. ഹട്ടിയ, ഒന്ന് ആലപ്പുഴ പിന്നെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്, ആലപ്പുഴയിൽ നിന്ന് ധൻബാദ് വരെ പോകുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. ഈ ട്രെയിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് എല്ലാ ദിവസവും ഉള്ള ട്രെയിനാണ്. ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നേരത്തെ കാലത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ തൽക്കാലൊക്കെ എടുക്കണം. പെട്ടെന്ന് തലേദിവസം പോയാലൊന്നും ടിക്കറ്റ് കിട്ടുന്ന ട്രെയിനുകളല്ല. കാരണം ഡെയിലി ഉള്ള ട്രെയിൻ ആണെങ്കിലും ഈ നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികളായാലും ഈ ഭാഗത്തേക്ക് ഇപ്പൊ എന്താ പറയാ ആന്ധ്ര, തെലങ്കാന, ബീഹാർ, ഒറീസ, ഈ ഭാഗങ്ങളിലേക്കുള്ള ആളുകളൊക്കെ ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ് ഇത്. ആലപ്പുഴ തുടങ്ങി ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട് സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിലേക്ക് പാസ് ചെയ്ത് കോയമ്പത്തൂർ, അങ്ങനെ സേലം, ചെന്നൈ, അങ്ങനെ പോയി പിന്നെ ആന്ധ്ര, ബീഹാർ, ഒറീസ, ജാർഖണ്ഡ്. അത് റാഞ്ചിയിലെത്തും. അതായത് രാവിലെ ഒരു 7:30 സമയത്തൊക്കെയാണ്, പിന്നെ ഒരു 6 മണി സമയത്തൊക്കെയാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതൊരു ഇപ്പോ ഇന്ന് രാവിലെ കയറി കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ ട്രെയിനിൽ, നാളെ ഫുൾ ഡേ ട്രെയിനിൽ, 2 ഫുൾ ഡേ നിങ്ങൾ ട്രെയിനിൽ പോയി. മറ്റന്നാള് ഏർലി മോർണിംഗ് ഇവിടെ, തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ട്രെയിനിൽ കയറിയ, തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ 5-5:30 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ റാഞ്ചിയിലെത്തും. അതാണ് ആലപ്പി ധൻബാദിന്റെ കണ്ടീഷൻ. പിന്നെ ഒരു ട്രെയിൻ ഉള്ളത്
ധർത്തിയാബ എക്സ്പ്രസ് ആണ്. അത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹട്ടിയ. ഈ ഹട്ടിയ എന്ന് പറയുന്നത് നമ്മൾ എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത് എന്ന് പറയുന്ന പോലെയുള്ളതാണ് റാഞ്ചിയും ഹട്ടിയയും. എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത് എന്ന് പറയുന്ന പോലെയാണ് റാഞ്ചി ഹട്ടിയ. എറണാകുളത്ത് തുടങ്ങി ഹട്ടിയ വരെ പോകുന്നു ധർത്തിയാബ എക്സ്പ്രസ്. ഇത് ഒരു ഫുൾ AC തേർഡ് എക്കണോമി ട്രെയിൻ ആണ്. കുറച്ചുകൂടെ ആളുകൾ പ്രിഫർ ചെയ്യുന്ന, ഒരു പീസ്ഫുൾ യാത്ര പ്രിഫർ ചെയ്യുന്ന, കുറച്ചുകൂടെ സ്പീഡിൽ എത്തുന്ന, മറ്റു ട്രെയിനേക്കാൾ ഒരു 5-6 മണിക്കൂർ നേരത്തെ എത്തുന്ന ഒരു ട്രെയിനാണ് ധർത്തിയാബ എക്സ്പ്രസ്. കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു ട്രെയിൻ ഇതും കൂടെ ഇതാണ്. കാരണം ഇത് വീക്കിലി ഒന്നേ ഉള്ളൂ. കേരളത്തിന് എല്ലാ ബുധനാഴ്ചയുമാണ് ഈ ട്രെയിൻ. അപ്പൊ ഇത് വീക്കിലി ഒന്നേ ഉള്ളൂ, പക്ഷെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ. ഈ 2 ട്രെയിനാണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്ട്ലി നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ട്രാവൽ എന്ന് പറയുന്നത്. അല്ല നമ്മൾ അല്ലാതെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് ടാറ്റാനഗർ എക്സ്പ്രസ് ഉണ്ട്. ടാറ്റാനഗറിലേക്ക് ട്രെയിൻ കിട്ടും. ടാറ്റാനഗറിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ മറ്റൊരു ട്രെയിനിൽ ഒരു 4-4.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ ഇവിടെ എത്തും. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ടൊക്കെ വരാം. ഇവിടുന്ന് കേരളത്തിൽ റായ്പൂർ പോയിട്ട് റായ്പൂരിൽ നിന്ന് കണക്ട് ചെയ്യാം, ഡൽഹിക്ക് പോയിട്ട് ഡൽഹിയിൽ നിന്ന് വരാം, കൊൽക്കത്തക്ക് പോയിട്ട് കൊൽക്കത്തയിൽ നിന്ന് വരാം. എങ്ങനെ വേണം, ബാംഗ്ലൂരിൽ പോയാൽ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കിട്ടും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് വരാം. പക്ഷെ ഡയറക്ട്ലി നമുക്ക് 2 ട്രെയിൻ. പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റിവലുകളും ട്രൈബൽ ഫെസ്റ്റിവലുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ തന്നെ ഒരുപാട് 1-2 സാധനങ്ങളെ പറ്റി ഞാൻ എഴുതിയ സാധനങ്ങളൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെ കിടപ്പുണ്ട്. മ്യൂസിക്കിനായാലും ട്രൈബൽ ഡാൻസസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവരുടെ കോസ്റ്റ്യൂംസ്, ഇങ്ങനെ കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. ഇനി കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ട് സംസാരിക്കാം. ഒന്ന്, നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിന്ന് എന്ത് കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ അവിടെ നിന്ന് എന്ത് എടുക്കും എന്നുള്ളതാണ് ഇനിയുള്ള നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ സെന. അവരെന്ത് തരും എന്നതിനപ്പുറത്തേക്ക് എനിക്ക് എന്തൊക്കെ ഇനി എന്റെ ലൈഫിൽ ഒരു 2 ഇയർ PG ആണെങ്കിൽ 2 ഇയർ, ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ ഒരു 5 ഇയർ, ഈ 5 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എനിക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിന്റെ എക്സ്ട്രീം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലാനിലായിരിക്കണം നിങ്ങൾ ഇനി ഏതൊരു ക്യാമ്പസിലേക്കും ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ അവരെന്ത് തരും അത് മാത്രം പഠിച്ച് അത് മാത്രം ഫീഡ് ചെയ്ത് പുറത്തിറങ്ങി പോവാന്നുള്ള ഒരു പ്ലാനിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയും ചൂസ് ചെയ്യരുത്. ഇവിടെ നിന്നല്ല ഒരു യൂണിവേഴ്സിറ്റിയും ചൂസ് ചെയ്യരുത്. കാരണം ഇനി നിങ്ങൾ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു പീരീഡിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ അതാണ് ഒരു കാര്യം. പിന്നെ ഇത് 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഒന്ന് CUJ ഫോട്ടോഗ്രാം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഒന്ന് എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമാണ്. ഇത് രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട CUJ ഫോട്ടോഗ്രാം ഇവിടെ പഠിച്ച മലയാളി കുട്ടികൾ തുടങ്ങിയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, മറ്റതിന്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇതിൽ രണ്ടിലും അത്യാവശ്യം ഞങ്ങൾ ഇവിടെ കുട്ടികൾ നടത്തിയ യാത്രകളും പേഴ്സണൽ യാത്രകളും ഇവിടുത്തെ ട്രാവൽസും ഇവിടെ ഞങ്ങൾ നടത്തിയ ഓണം സെലിബ്രേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളും ഇവിടുത്തെ മറ്റ് കൾച്ചറൽ ഇവന്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സോ ഇനി നിങ്ങൾ ചോദിച്ചോ, ബാക്കി ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അറിയുന്ന കാര്യങ്ങൾ. യെസ്, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ശ്യാം. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം വളരെ രസകരമായിട്ട് ശ്യാം അവതരിപ്പിച്ചു. സോ അടിപൊളി. എനിക്ക് അടുത്ത ദിവസം തന്നെ അവിടെ ജാർഖണ്ഡിൽ വന്നിട്ട് ഒരു കോഴ്സിന് ചേരാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലത്ത് ഒരു ദിവസം അനുവദിക്കില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് പേരും കൂടി ഈ സെഷൻ കേൾക്കണമായിരുന്നു തോന്നി. പിന്നെ എങ്കിലും നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ പേരിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ എത്തും തോന്നുന്നു. സോ എല്ലാവരും ഇതിൽ കയറിയ എല്ലാവരും നിങ്ങളുടെ സംശയങ്ങളും കമന്റ്സും ഒക്കെ പറയൂ. ഡിസ്കഷൻ നന്നായി നടക്കും. എല്ലാവരും ചോദിക്കും. ഒരാള് ലബീബ BEd ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. BEd ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് BEd ഡിപ്പാർട്ട്മെന്റ്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ പിന്നെന്താ BEd, പിന്നെ
ഇപ്പൊ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബി.എഡ്. ഈ പറഞ്ഞ പോലെ അവർ എക്സിബിഷൻസ് നടത്തും, സ്ട്രീറ്റ് പ്ലേസ് അല്ലെങ്കിൽ റോൾ പ്ലേസ് കാര്യങ്ങൾ ചെയ്യുന്നു, സ്ട്രീറ്റ് പ്ലേസും കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പൊ എന്റെ പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അങ്ങനെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബി.എഡ്. ബി.എഡിൽ പഠിച്ച മലയാളി കുട്ടികളുണ്ട്. അപ്പോ എനിക്ക് മെസ്സേജ് അയക്കോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ പഠിച്ച മലയാളി കുട്ടികളുടെ നമ്പർ തരാം. പിന്നെ വളരെ രസമുള്ള ഡിപ്പാർട്ട്മെന്റ്, നല്ല സ്ട്രെങ്ത് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒന്നാണ് ബി.എഡ്. കൃത്യമായിട്ടുള്ള ടീച്ചിങ് പ്രാക്ടീസസ് ആയാലും ഇവിടുത്തെ മറ്റ് സ്കൂളുകളിൽ പോയി ടീച്ചിങ് പ്രാക്ടീസസ് നടക്കുന്ന, വളരെ ആക്റ്റീവായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബി.എഡ്. അത് ബി.എ ബി.എഡും ബി.എസ്.സി ബി.എഡും ഉണ്ട്. ഓക്കെ, എല്ലാവരും അവരുടെ വോയിസ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നന്നാവും. ബാക്കി എന്തെങ്കിലും എക്സ്പീരിയൻസ് സംസാരിക്കാം, ചോദിക്കാം. അതെ അതെ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ട്രെയിനിലാണുള്ളത്, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കേൾക്കാമോ? കേൾക്കാം. ഞാനിങ്ങനെ റാഞ്ചിയില് എംഫിൽ വിളിച്ചിട്ടുണ്ട്, റിംബാസില് ക്ലിനിക്കൽ സൈക്കോളജി. ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്യണോന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടപ്പോ അപ്ലൈ ചെയ്താൽ കൊള്ളാം. കാണാനെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇപ്പൊ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി വിട്ടിട്ട് പറയാം, സൈക്കോളജിയിലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് റിൻപാസ്, അതുപോലെ CIP. റിൻപാസിലാണോ CIP-യിലാണോ ഇപ്പൊ വിളിച്ചിട്ടുള്ളത്? ഇപ്പൊ വിളിച്ചിട്ടുള്ളത് റിംബാസിലാണ്. റിൻപാസിൽ. ഓക്കെ, റിൻപാസും CIP-യും ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഒരുപാട് മലയാളികൾ കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള ക്യാമ്പസ് ആണ്. പല സൈക്കോളജിസ്റ്റുകളുടെയും ഡ്രീം ക്യാമ്പസുകളിൽ രണ്ടെണ്ണമാണ് CIP-യും റിൻപാസും. നല്ല ക്യാമ്പസാണ്, നല്ല ക്യാമ്പസുകളാണ്. റിൻപാസ് കുറച്ചുകൂടെ വലിയ ക്യാമ്പസ് ആണ്. കൃത്യമായിട്ട് കുറച്ചുകൂടെ ന്യൂറോ സയൻസുമായിട്ട് ഫോക്കസ്ഡ് ആണ് റിൻപാസ്. CIP കുറച്ചുകൂടെ സൈക്കോളജിക്കലി സൈക്കാട്രിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കേട്ടപ്പോ റാഞ്ചി കാണാനെങ്കിലും വരണം എന്ന് തോന്നുമായിരുന്നു. വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ട് പോകും. നല്ല സ്ഥലമാണ്, ഇവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി. അതെ, എൻട്രൻസിന്റെ പേരിൽ ഞാനിപ്പോ ഓൾ ഇന്ത്യ ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തീരുമാനം. ഇതാ ഞാൻ പറഞ്ഞേ, എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനിയുള്ള സ്റ്റഡീസ് നമുക്ക് പുതിയ സ്ഥലങ്ങൾ കാണാനും കൂടി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാ. നമ്മൾ കുറെ നാളായില്ലേ കേരളത്തിലൊക്കെ പഠിക്കുന്നില്ല, പുതിയ സ്ഥലങ്ങൾ തേടിപ്പോ തരുന്നുള്ള കാര്യം നിങ്ങൾ നോക്കണ്ട. അതെ, ഞാൻ PG ചെയ്തത് പഞ്ചാബിലാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ ഒരു എച്ച്.ഒ.ഡി തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. പുള്ളി ഞങ്ങൾ ചേരുന്ന സമയത്ത് CUK-യിലായിരുന്നു, കർണാടക. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇത്രയും കുട്ടികൾ പഞ്ചാബിൽ വന്ന് പഠിക്കുന്നതെന്ന്. പിള്ളേരോട് ഒരുപാട് മലയാളികളുണ്ട്. ഡിസ്കഷൻ പോലെ വന്നിട്ട് ചോദിച്ചപ്പോ പിള്ളേര് പറഞ്ഞ രണ്ട് ഉത്തരത്തിൽ, ഒന്ന് ഫ്രീഡം, രണ്ട് ട്രാവലിംഗ്. ജമ്മുവിൽ പോലും, അങ്ങേ അറ്റത്തുള്ള ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലും ഏകദേശം 50-ന് മുകളിൽ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും മലയാളികളുണ്ട്. അതെ, ഇപ്പൊ മിക്ക ആളുകളും യാത്ര ചെയ്യാനും കൂടെ ആണെന്ന് തോന്നുന്നു ഈ നോർത്ത് ചൂസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് MBA പ്ലേസ്മെന്റിനെ പറ്റി ആരോ ചോദിച്ചിരുന്നുണ്ട് അല്ലേ? ഓക്കെ, MBA പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. MBA മലയാളി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറെ പേരുണ്ടായിരുന്നു. MBA കൃത്യമായിട്ട് കുറച്ച് ബാങ്കിങ് സെക്ടേഴ്സും അതുപോലെ കുറച്ച് ബിസിനസ് സെക്ടേഴ്സും ഒക്കെ ഇവിടെ കൃത്യമായിട്ടുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇന്റർവ്യൂസ് നടത്താറുണ്ട്. ഇവിടുന്ന് ഒരുപാട് കുട്ടികളെ കൃത്യമായിട്ട് അവർ പ്ലേസ്ഡ് ആവാറുമുണ്ട്. അത്യാവശ്യം നല്ല പൊസിഷനിലേക്ക് തന്നെ പ്ലേസ്ഡ് ആവാറുണ്ട്. ഇവിടെ MBA ഉണ്ടായിരുന്ന മലയാളിയായിട്ടുള്ള രാജ് ഇതുപോലെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോ അത്യാവശ്യം കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയിലെ പിന്നെ ഫിനാൻഷ്യൽ ക്രൈം അനാലിസ്റ്റ് ആണ് രാജ്. അതുപോലെ പല ബാങ്കുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെയുള്ള പല ബാങ്കുകളുടെയും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകളിലും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇവിടുന്ന് MBA കൃത്യമായിട്ട് പ്ലേസ്മെന്റ് ഉണ്ട്. MSW ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ആക്ച്വലി ഇല്ല, ഇതാണ് സത്യാവസ്ഥ. ഈ MSW ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു.
അവിടുന്ന് അത് ആന്ത്രപ്പോളജി, ട്രൈബൽ സ്റ്റഡീസും MSW പിന്നെ കസ്റ്റമറി ലോ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മെർജ് ചെയ്തിട്ട് ഇപ്പോൾ ആന്ത്രപ്പോളജി ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. MSW സെപ്പറേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഇല്ല. പിന്നെ സെം ഫീസ് യൂഷ്വലി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഉള്ളതിനേക്കാളും ഫാർ ബെറ്റർ. വലിയ ഫീസ് ഒന്നും പറയാനും പറ്റില്ല. ലൈക്ക് ഇറ്റ്സ് സെമസ്റ്റർലി. പിന്നെ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. ഇപ്പൊ സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കുറച്ചുകൂടെ ലാബും ഫെസിലിറ്റീസ് ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫീസ് വരും. ഓൾമോസ്റ്റ് ഒരു 8 to 10 ഒക്കെ സെം ഫീസ് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 5000-നുള്ളിൽ സെം ഫീസ് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് അവർക്ക് വരുന്ന ഫെസിലിറ്റീസും കൂടെ ഇൻക്ലൂഡഡ് ആണ് അവർക്ക് വരുന്ന സെം ഫീസുകൾ എന്ന് പറയുന്നത്. MA സോഷ്യോളജിയെ കുറിച്ചിട്ടും ഫീസിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട് അഖിൽ. ഓക്കെ, സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ല ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞതുപോലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞ പോലെ ആന്ത്രപ്പോളജി ആൻഡ് ട്രൈബൽ സ്റ്റഡീസ്, ബിസിനസ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, കെമിസ്ട്രി, പിന്നെ സയൻസിന്റെ എല്ലാം വരുന്നുണ്ട്. എൻവയോൺമെന്റൽ സയൻസ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ഫാർ ഈസ്റ്റ് ലാംഗ്വേജ്, ജിയോ ഇൻഫോർമാറ്റിക്സ്, ജിയോളജി ആണ് ഉള്ളത്. പിന്നെ ജിയോഗ്രഫി, ലൈഫ് സയൻസ് ഒക്കെയാണ് ഉള്ളത്. സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇനി ഇപ്പൊ പുതിയ ഈ പറഞ്ഞ പോലെ ഇവർ ഈ ഇടയ്ക്ക് കോഴ്സുകളൊക്കെ ആഡ് ചെയ്യും, റെഡ്യൂസ് ചെയ്യുകയൊക്കെ പല യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. സോ മേ ബി ഇൻ ഫ്യൂച്ചർ ഓർ ദിസ് ഇയർ അവരത് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട്. പിന്നെ ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ അത് ഈ നിങ്ങളുടെ എന്താ ഡിപ്പാർട്ട്മെന്റ് ഫെസിലിറ്റീസ് അനുസരിച്ച് ഇപ്പൊ സയൻസ് കുട്ടികൾക്ക് ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ലാബൊക്കെ വരുന്ന ലാബ് ഓറിയന്റഡ് കോഴ്സുകൾക്ക് ഒരു ഫീസും നോൺ ലാബ് ഓറിയന്റഡ് കുട്ടികൾക്ക് വേറൊരു ഫീസ് സ്ട്രക്ചറും ആണ്. അത് എല്ലാം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ അല്ല വരുന്നത്. ഒരു മോഡറേറ്റ് ഫീസ് സ്ട്രക്ചർ ആണ് മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ചിട്ട് താരതമ്യേന ഒരു മീഡിയം ലെവൽ, ഒരു മിഡിലൊക്കെ നിൽക്കുന്ന ആണ്. പക്ഷെ പഴയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ വളരെ കുറച്ച് ഫീസ് സ്ട്രക്ചർ ഉള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോ മറ്റേ ഉത്തരാഖണ്ഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ ചെറിയ ഫീസേ ഉള്ളൂ, വളരെ ചെറിയ ഫീസേ ഉള്ളൂ. ഇവിടെ പുതിയ യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ട് ഈ 2009 വന്ന യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഫീസ് കുറവുള്ള ഒരു ക്യാമ്പസ് ആണ്. കാരണം ഇതിന് കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ചുകൂടെ ഒരു ട്രൈബൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്യാമ്പസ് ഉള്ളത് പോലും അങ്ങനെ ഒരു വില്ലേജിലാണ്. അപ്പൊ ആ കുട്ടികൾക്ക് ഇപ്പോ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ളൊരു മോട്ടീവും കൂടി ഉള്ളത് കൊണ്ട് ഈ ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ വെച്ചിട്ട് അങ്ങനെ ആരെയും ബ്ലോക്ക് ചെയ്യുന്നൊരു രീതി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുകൂടെയാണെന്ന് തോന്നുന്നു. ആയിരിക്കും ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും ഒരു ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് സ്ട്രക്ചർ ആണ് യൂണിവേഴ്സിറ്റി മാറുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പുതിയ സെമ്മിന്റെ ഫീസ് സ്ട്രക്ചർ ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഫീസിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. എനിക്ക് തോന്നുന്നു പിന്നെ ഈ സോഷ്യോളജി പഠിക്കാൻ താല്പര്യമുള്ള പല ആളുകൾക്കും ചിലപ്പോൾ ആന്ത്രോപോളജി പഠിക്കാനും ചില താല്പര്യം ഉണ്ടാവും. ആന്ത്രോപോളജിനെ കുറിച്ചിട്ടൊന്നും നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആട്ടോ ആന്ത്രോപോളജി. അത് എല്ലാ സ്ഥലത്തും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇല്ലേം താനും. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആന്ത്രോപോളജി. നല്ല ഫാക്കൽറ്റീസ് ഒക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, നല്ല ഫാക്കൽറ്റീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി ഇന്റഗ്രേറ്റഡ് ചെയ്യുന്ന മലയാളി കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ആന്ത്രോപോളജിയെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവില്ല. എന്താ അതെ. ഓ, എൻവയോൺമെന്റ് സയൻസ് ഉണ്ടല്ലോ, EVS ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ലൈഫ് സയൻസ് ഉണ്ട്, ജിയോളജി ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പബ്ലിക്കേഷൻസ് ഉള്ള ഒക്കെ ആയിട്ടുള്ള നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഈ ഫാക്കൽറ്റീസ് തരുന്നത് മാത്രം പോരാ. ഇനിയുള്ള നിങ്ങളുടെ PG ആയാലും UG ആയാലും കുറച്ചുകൂടെ സെൽഫ് സ്റ്റഡി ഫോക്കസ്ഡ് ആണ്.
അപ്പോൾ ഫാക്കൽറ്റീസ് തരുന്നതിന്റെ കൂടെ ഫാക്കൽറ്റീസ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും. അതിന്റെ കൂടെ നിങ്ങൾ സെൽഫ് സ്റ്റഡിയും കൂടെ ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് ആണ് ഇനിയുള്ളത്. സോ EVS ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. EVSൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഒരുപാട് ലാസ്റ്റ് ഇയറിൽ പാസ് ഔട്ട് ആയി പോയത് തന്നെ ഒരു 4-5 കുട്ടികളുണ്ട് EVSൽ സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. സ്കോളർഷിപ്പ് കേരളത്തിലുള്ള കുട്ടികൾക്ക് കേരള ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഈ പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഗ്രാന്റിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് ടൈം പീരീഡ് ഒന്നുമില്ല. ഗ്രാന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് ഇവിടെ നിന്നൊരു ജോയിനിങ് ലെറ്റർ, നമ്മൾ ജോയിൻ ചെയ്തതിന്റെ ലെറ്റർ വാങ്ങിയിട്ട് നമുക്ക് ഗ്രാന്റ് അപ്ലൈ ചെയ്യാം. അത് ഓരോ കോഴ്സിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് പോലെ പോക്കറ്റ് മണി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. കേരള ഗവൺമെന്റ് സ്കോളർഷിപ്പ് തന്നെ കിട്ടും. പിന്നെ അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് വൺ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് പോലെയുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ മറ്റ് എക്സാമുകളൊക്കെ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് വേറെയും സ്കോളർഷിപ്പുകൾക്ക് ട്രൈ ചെയ്യാം. ലൈക്ക് ICSSR പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ എല്ലാവർക്കും നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന മെജോറിറ്റി കുട്ടികൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഗ്രാന്റ്സ് ആണ്. അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ SC/ST കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് മാത്രല്ലേ? എല്ലാവർക്കും അല്ല SC/ST OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാതെ, ജനറലിൽ മാത്രമേ അത് ഇല്ലാത്ത വരുള്ളൂ. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒക്കെ ഉൾപ്പെടുത്താം അല്ലേ അതില് നമുക്ക് ഇവര് ഒരു കോഴ്സിനനുസരിച്ചിട്ടും നമ്മൾ PG B.Ed എല്ലാവർക്കും സെപ്പറേറ്റ് എമൗണ്ട് ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണേ. അത് നമ്മുടെ ട്യൂഷൻ ഫീസ് സെം ഫീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു എമൗണ്ട് അവര് ഒരു ഏകദേശം ഒരു എമൗണ്ട് അവര് പേയ്മെന്റ് സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. SC/ST കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസിന് ഈ മെസ് ഫീസും ഹോസ്റ്റൽ ഫീസും എല്ലാം ഉൾപ്പെടുത്താനാണ് എനിക്ക് തോന്നുന്നത്. അതെ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ട്യൂഷൻ ഫീസ് മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അത് ഗ്രാന്റ്സിന്റെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ഒരു ടൈം ബൗണ്ട് വെച്ചിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അല്ല ഇത് വരുന്നത്. കേരളത്തിന് പുറത്ത് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്കും കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇതില് കേൾക്കുന്നവരില് മീനു ഉണ്ട്. മീനു അവിടെ ഒരാളാണ്, സോഷ്യൽ വർക്ക്. സ്വാതി ഉണ്ടായിരുന്നു, കുറച്ച് പോയോ ഉണ്ടായിരുന്നു. മീനുവിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. MSWന്റെ ലാസ്റ്റ് ബാച്ച് ആയിരുന്നു. ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട് എക്സ്പ്ലോറേഷൻസിന്റെ ഒക്കെ. മീനൊക്കെ അത്യാവശ്യം ഉത്തരാഖണ്ഡ് അങ്ങനെ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇപ്പോ MSW പൂട്ടിപ്പോയില്ല, അതുകൊണ്ട് പിന്നെ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. ശ്യാമേട്ടാ, എനിക്കൊരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ MSW ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ സിലബസിന്റെ പുറത്തായിട്ട് സിലബസ് അല്ലാണ്ട് അതിൽ വേറെ എന്തെങ്കിലും ഫീൽഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റേ അടച്ചുപൂട്ടി. അപ്പൊ ട്രൈബൽ സ്റ്റഡീസ് ആണല്ലേ? ആന്ത്രപ്പോളജി ആൻഡ് ട്രൈബൽ സ്റ്റഡീസ്. MSWന്റെ ലാസ്റ്റ് ബാച്ച് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമായിരുന്നു. മീനു ഒക്കെ MSW ആയിരുന്നു, ലാസ്റ്റ് ബാച്ചാണ്. MSW ആൻഡ് കസ്റ്റമറി ലോ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് ആന്ത്രപ്പോളജി. എന്തായിരുന്നു കാരണം? അതിന്റെ കാരണം എന്താ മീനു? കാരണം പറയാനായിരുന്നെങ്കിൽ പൊളിറ്റിക്സ് ആയിരുന്നു അവിടുത്തെ പ്രശ്നം. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പഠിക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിന് അത് ഒരു നല്ല ഇതായിട്ട് തോന്നിയില്ല. ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനായിരുന്നു ഒരുപാട് കേസസും കാര്യങ്ങളും ഇതിനെതിരെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചെന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇത്. അങ്ങനെ അത് പൂട്ടിപ്പോവാൻ കൂടുതൽ. അതായത് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ കസ്റ്റമറി ലോയും കൂടെ ഉള്ളതുകൊണ്ട് അവിടെ PG ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേര് ഓൾറെഡി LLB കഴിഞ്ഞിട്ടുള്ള പ്രാക്ടീസിങ് ലോയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു MSW കസ്റ്റമറി ലോ കുട്ടികൾ. അവർ കൃത്യമായിട്ട് RT ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് ഫോളോ ചെയ്യും. യൂണിവേഴ്സിറ്റിക്ക് തലവേദനയായി, സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെന്റ് കൂട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു എല്ലാ യൂണിവേഴ്സിറ്റി ഉള്ളത് പോലെ കൃത്യമായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇവർ കാണിക്കുന്നുണ്ട്.
അത് ഞാൻ പറഞ്ഞില്ല, മെറിറ്റ് മാത്രം പറഞ്ഞാൽ പോലെ ഡിമെറിറ്റും പറയണം. ഈ പറയുന്നത് പോലെ ഒന്ന് പൊളിറ്റിക്സ്, ഇവരുടെ പൊളിറ്റിക്സ് ഇവർ കൃത്യമായിട്ട് ഇവർ കാണിക്കും. ഈ ഒരു സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ സാധനങ്ങൾ എല്ലാവരും ഒന്നും കാണിക്കില്ലെങ്കിൽ പോലും ചില ആളുകളെങ്കിലും കാണിക്കും. അത് ഇവിടെ നിന്നല്ല, ഒരുവിധം എല്ലാ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും കാണുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ അടുത്ത് ഇവർക്കൊരു ഇവര് ഒരു ചെറിയൊരു സാധനം കാണിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടും ഇവിടുത്തെ സെക്യൂരിറ്റി ടീമുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ, ഇന്റേണലി ആയിട്ട് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടും ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതും ഇതേ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള കുട്ടികളാണ്. അതിപ്പോ എല്ലായിടത്തും ഉണ്ടാവും തോന്നുന്നു അത്തരത്തിൽ. എല്ലായിടത്തും ഇപ്പോ എനിക്ക് തോന്നുന്നത് ദക്ഷിണേന്ത്യയില് ഉത്തരേന്ത്യക്കാരെ ട്രീറ്റ് ചെയ്ത് അത്രത്തോളം ചിലപ്പോ വരുന്നുണ്ടാവില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്തായി. വളരെ നല്ല രീതിയിൽ തന്നെ ശ്യാമ അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. സോ ഇതുവഴി കുറച്ചുപേരെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിലേക്ക് എത്തട്ടെ, അവിടെ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഈ ഒരു സീരീസ് ഇനിയും തുടരും. സോ ഇതിന്റെ ഭാഗമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിനെ പരിചയപ്പെടുത്തിയ എന്റെ പ്രിയ സുഹൃത്ത് ശ്യാമിനോട് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. യുവസമിതിയിലൂടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയും ഒക്കെ വളർന്ന സൗഹൃദമാണ്. സോ ഒരുപാട് സ്നേഹം. ഇവിടെ ഈ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. സോ ഇതിലാരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ ആരെങ്കിലും അഞ്ജനയോ പാർവതിയോ ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ചെയ്താൽ നന്നാവും. ഷെയർ. നമുക്ക് പുതുതായിട്ട് ഇപ്പൊ ഒരു ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. യുവ _യൂണിവേഴ്സിറ്റി എന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ പേര്. അപ്പോ നമ്മള് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് കണക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്താലും നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നീട് ഡൗട്ടുകൾ വരുന്ന സമയത്ത് മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം, യുവ _യൂണിവേഴ്സിറ്റി എന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ ID. ഓക്കെ, യൂസർ ID. എല്ലാവർക്കും സ്നേഹം, നന്ദി. നമുക്ക് അടുത്ത പരിപാടിക്കായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.